നമ്മളിപ്പോ ഗണപതിയുടെ തല മാത്രമേ വെച്ചിട്ടുള്ളൂ. ഇനി അതിലേക്ക് നമ്മൾ ജീവനും കൂടി കൊണ്ടുവന്ന് വരണം എന്ന് പറയുന്ന ഒരു ഇത് കേൾക്കുമ്പോൾ ഒരുപാട് പണികൾ പോലെ തോന്നുന്നുണ്ടല്ലോ. ഇത് കേൾക്കുമ്പോൾ ഒരുപാട് പണിയുള്ള പോലെ തോന്നുന്നുണ്ടെങ്കിലും ഒരു ഗുണമുള്ളതെന്നു ചോദിച്ചാൽ ഇതിനെ നമുക്ക് മൊത്തമായിട്ട് നമുക്ക് ഇതിനെ ഹെൽപ്പ് ചെയ്ത് തരും. ഇതിൽ നമുക്ക് AI യൂസ് ചെയ്യാം. തീർച്ചയായിട്ടും നമ്മൾ മൊത്തത്തിൽ AI വെച്ചിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ നമ്മളുടെ സെറ്റപ്പ് അനുസരിച്ച് നമ്മുടെ ജെമിനിക്ക് ഈ ആപ്ലിക്കേഷനെ കുറിച്ച് എല്ലാം അറിയാം, സകലമാന വിവരങ്ങളും അറിയാം, UI എങ്ങനെ ഇരിക്കുന്നു എന്നറിയാം. ഓൾറെഡി ആദ്യം തൊട്ടേ നമ്മൾ എല്ലാ വിവരങ്ങളും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ പറയുന്നു നമുക്കൊരു ബാക്ക് എൻഡ് ആപ്ലിക്കേഷൻ ഉണ്ടാക്കണം. അപ്പൊ ശ്രീജിത്ത്, നിങ്ങൾ പറഞ്ഞതനുസരിച്ച് ഞാൻ കുത്തിയിരുന്നിട്ട് കുറെ സംഭവങ്ങളൊക്കെ എഴുതി അവസാനം UI ഞാൻ ഒരെണ്ണം ഉണ്ടാക്കി എടുത്തു. ഇനി എനിക്ക് നേരെ ആപ്പിലേക്ക് അങ്ങോട്ട് ചാടണം. മൊത്തത്തിൽ എനിക്ക് അങ്ങോട്ട് സെറ്റായിട്ട് എന്റെ കയ്യിൽ കിട്ടണം. ആപ്പിലേക്ക് ചാടുക എന്ന് പറയുന്നത് അത്ര UI ഉണ്ടാക്കിയെടുത്തതിനെക്കാട്ടിലും കുറച്ചുകൂടെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ആപ്പിലേക്ക് ഒരു ആപ്പിനെ ശരിക്കും അതിന്റെ ബാക്ക് ഉണ്ടാക്കുക. ബാക്ക് എൻഡ് എന്നാണ് നമ്മൾ അതിന് പറയണത്. അതായത് നമ്മൾ ആപ്പിൽ അടിക്കുന്ന ഡേറ്റയൊക്കെ നമുക്ക് ഓതന്റിക്കേഷൻ ചെയ്യണം. യൂസറിനെ ശരിക്കുള്ള യൂസർ ആണോ നോക്കണം. എന്നിട്ട് ആ യൂസറിന് പറഞ്ഞിട്ടുള്ള പെർമിഷനുള്ള സാധനങ്ങൾ മാത്രമേ യൂസറിന് കൊടുക്കാവുള്ളൂ. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ കൺസിഡർ ചെയ്തുകൊണ്ട് മാത്രമേ നമുക്ക് ഈ ആപ്പിനൊരു ജീവൻ കൊടുക്കുക എന്ന് പറയുന്ന ആ പ്രക്രിയ ഉണ്ടല്ലോ, അതായത് ബാക്ക് എൻഡ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് ആ പ്രക്രിയ നമുക്ക് നടത്താനായിട്ട് പറ്റുള്ളൂ. കുറച്ചേറെ കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്തും പഠിക്കാനും ഉണ്ട്. അതായത് നമ്മളിപ്പോ ഗണപതിയുടെ തല മാത്രമേ വെച്ചിട്ടുള്ളൂ. ഇനി അതിലേക്ക് നമ്മൾ ജീവനും കൂടി കൊണ്ടുവന്ന് വരണം എന്ന് പറയുന്ന ഒരു തീർച്ചയായിട്ടും അതാണ് ശരിക്കും. ഓക്കെ, വേഗം പഠിപ്പിച്ചു തരാം. അതെ. അപ്പൊ നമുക്ക് പ്രധാനമായിട്ടും നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ശരിക്കും ഇതിന് കോഡിങ്ങിന്റെ വിവരം ആവശ്യമില്ല, പക്ഷെ ടെക്നിക്കലായിട്ട് കുറച്ച് കാര്യങ്ങൾ അറിയാം. ഓക്കെ, ടെക്നിക്കൽ അതായത് നമുക്ക് എങ്ങനെയാണ് ഈ ഡേറ്റ നമ്മൾ ഇപ്പം ഓതന്റിക്കേഷൻ നടക്കുന്നത് എങ്ങനെയാണ്, ഒരാള് സൈൻ ഇൻ ചെയ്യുന്ന അല്ലെങ്കിൽ അയാളുടെ ഒരു യൂസർ നെയിം പാസ്വേഡ് അടിച്ചാൽ അത് എങ്ങനെയാണ് ഈ സിസ്റ്റം മുഴുവനും അയാൾ എപ്പോഴും ഓതന്റിക്കേറ്റഡ് ആവണമല്ലോ, ടൈം ഔട്ട് ആയിട്ട് പുറത്തു പോകുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. ശരിക്കും ഇതെന്താണ് സംഭവിക്കുന്നത് ചോദിച്ചാൽ, ഇതൊരു ടോക്കൺ കൊടുത്തിട്ടാണ്, അതിന് JWT ടോക്കൺ എന്നാണ് പറയാ. എന്ത് ടോക്കൺ? JWT ടോക്കൺ. നമുക്ക് അങ്ങനെ പോകണ്ട, അത്ര ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പോകണ്ട. ഇങ്ങനെ ഒരു ടോക്കൺ കൊടുത്തിട്ടാണ് ഈ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. അത് മാത്രമല്ല, ഈ ഡേറ്റ ഇതിന്റെ ഉള്ളിലേക്ക് സേവ് ചെയ്യുന്ന സമയത്ത് ഈ ഡേറ്റ സേവ് ചെയ്യുന്നത് ഡേറ്റാബേസ് എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിലാണ്. ഓക്കെ, നിങ്ങൾ എല്ലാവരും ഇപ്പൊ കേൾക്കുന്ന സാധനമാണ് ഡേറ്റാബേസ്. അപ്പൊ ഡേറ്റാബേസ് സിസ്റ്റത്തിലേക്ക് സേവ് ചെയ്യുമ്പോൾ എന്ത് തരത്തിലുള്ള ഡേറ്റാബേസ് ഉപയോഗിക്കണം? പല തരത്തിലുള്ള ഡേറ്റാബേസ് ഉണ്ട്. അപ്പൊ എന്ത് തരത്തിലുള്ള ഡേറ്റാബേസ് ഉപയോഗിക്കണം? അതിന്റെ ഉള്ളിൽ എങ്ങനെയാണിത് ഡേറ്റ ഓർഗനൈസ് ചെയ്ത് സേവ് ചെയ്ത് വെക്കേണ്ടത് തുടങ്ങിയ വിവരങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാനുണ്ട്. ഇത് കേൾക്കുമ്പോൾ ഒരുപാട് പണിയുള്ള പോലെ തോന്നുന്നുണ്ടെങ്കിലും ഒരു ഗുണമുള്ളതെന്നു ചോദിച്ചാൽ, ഇതിനെ നമുക്ക് മൊത്തമായിട്ട് നമുക്ക് ഇതിനെ ഹെൽപ്പ് ചെയ്ത് തരും. ഇതിൽ നമുക്ക് AI യൂസ് ചെയ്യാം. തീർച്ചയായിട്ടും നമ്മൾ മൊത്തത്തിൽ AI വെച്ചിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ നമുക്ക് കോൺവെർസേഷണൽ ഡെവലപ്മെന്റ് എന്ന് വേണം വിളിക്കാം. അതായത് നമ്മളെന്താ ചെയ്തത്, നമ്മൾ ജെമിനിയുടെ അടുത്താണ് കാര്യങ്ങളെല്ലാം പറഞ്ഞത്. ഇന്ന ആപ്ലിക്കേഷൻ വേണം, അതിന് ഇന്ന UI വേണം, ഇങ്ങനെയാണ് UI ഉണ്ടാവേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം പറഞ്ഞ് നമ്മൾ കറക്റ്റ് ആയിട്ട് ഒരു മറ്റൊരു ഏജന്റിനെ കൊണ്ട് UI ഉണ്ടാക്കിയെടുത്തില്ലേ. അപ്പൊ ഇതേ പ്രോസസ്സ് നമ്മൾ ബാക്ക് എൻഡ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കും. AI യൂസ് തന്നെ. ഇപ്പൊ നിങ്ങൾ ഉണ്ടാക്കിയ UIക്കകത്ത് കിടക്കുന്ന ഡേറ്റ എന്ന് പറയുന്നത് സ്റ്റാറ്റിക് ഡേറ്റയാണ്. ആ പ്രോഗ്രാമിന്റെ ഉള്ളിൽ തന്നെയുള്ള ഡേറ്റയാണ്. നിങ്ങൾക്ക് അവിടെ പുതിയൊരു ഐഡിയ എന്താണോ നിങ്ങൾ പുതിയതായിട്ട് ന്യൂ അടിച്ചിട്ട് കൊടുക്കാൻ പോകുന്ന സാധനം എന്താവില്ല, അത് എവിടെയും സേവ് ആവില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവരെ തമ്മിൽ പരസ്പരം കണക്ട് ചെയ്യണം. അപ്പൊ ഒരു സാധാരണഗതിയിൽ നിങ്ങൾ ഇപ്പം റെപ്ലിറ്റ് പോലുള്ള ഒരു ആപ്ലിക്കേഷൻ, നമ്മളെ ഒരു മഞ്ഞ കളറിലുള്ള ഒക്കെ നോക്കി ഓർമ്മയുണ്ടല്ലോ. അപ്പൊ അതിന്റെ അകത്തുള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന്റെ അകത്ത് നമുക്കൊരു പ്രോഗ്രാം മാത്രമല്ല അവരുണ്ടാക്കി തരിക, അതിൻ്റെ ഉള്ളിൽ ഡേറ്റ സേവ് ചെയ്യാനുള്ള സെറ്റപ്പ് അവരുണ്ടാക്കി അതിന്റെ അകത്ത് തന്നെ. മനസ്സിലായോ? അപ്പൊ നമ്മള് ആ ഡേറ്റ അടിക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് അവൻ ആ ഡേറ്റ അവന്റെ പുറകിലുള്ള ഏത് സിസ്റ്റം ആണോ ഉപയോഗിക്കുന്നത് അവിടെ കൊണ്ടുപോയി സേവ് ചെയ്യുകയും നമുക്ക് റിട്രീവ് ചെയ്ത് തിരിച്ചു തരികയും ചെയ്യും. ഇതിനകത്തുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഉണ്ടാക്കിയത് ഒരു ചെറിയ ആപ്ലിക്കേഷൻ അല്ല, നമ്മൾ ഉണ്ടാക്കിയത് കുറച്ചും കൂടെ എന്റർപ്രൈസ് ലെവലിലുള്ള ഒരു ആപ്ലിക്കേഷൻ. അപ്പൊ നോർമലി ഇതിന്റെ ആർക്കിടെക്ചർ എന്ന് പറയുന്നത് ഫ്രണ്ട് എൻഡ് എന്ന് പറയുന്ന ഒരു പോർഷനും ബാക്ക് എൻഡ് എന്ന് പറയുന്ന ഒരു പോർഷനും ഉണ്ട്. ഓക്കെ, ഫ്രണ്ട് എൻഡ് എന്ന് പറയുന്ന പോർഷനാണ് നമ്മളുടെ
UI അതാണ് നിങ്ങളിപ്പോ ഉണ്ടാക്കിയത്. എങ്ങനെയാണ് ഇന്റർഫേസ് വർക്ക് ചെയ്യേണ്ടത് അതിനെയാണ് നമ്മൾ ഫ്രണ്ട് എൻഡ് എന്ന് പറയുന്നത്. സംഗതികളൊക്കെ ഇങ്ങനെ കാണും. സംഗതികളൊക്കെ ഇങ്ങനെ കാണും. ഇനി ബാക്ക് എൻഡ് എന്ന് പറയുന്ന സാധനം അതൊരു ഇൻഡിപെൻഡന്റ് സാധനമാണ്. ബാക്ക് എൻഡ് എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് നമ്മൾ ലോജിക്ക് എഴുതുന്നത്. ഇവിടെ ഒരു ഫ്രണ്ട് എൻഡിൽ വന്നിട്ട് ഒരാൾ ലോഗിൻ ചെയ്യുവാണെങ്കിൽ എന്താണ് സംഭവിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇയാൾക്ക് ഡയറക്റ്റ് ഡേറ്റ ആക്സസ് ചെയ്യാൻ. നോർമലി ഈ ഡേറ്റ എന്ന് പറയുന്നത് വളരെ സെക്യൂർ ആയിട്ട് വെക്കേണ്ട ഒരു സാധനമാണ് അല്ലെ. നമുക്ക് ഡേറ്റ അങ്ങനെ എന്താ പറയാ, ഒരാൾ അൺഓതറൈസ്ഡ് ആ ഡേറ്റ ആക്സസ് ചെയ്യാൻ പാടില്ല, പബ്ലിക്കായിട്ട് നമുക്ക് വെക്കാൻ പറ്റില്ല തീർച്ചയായിട്ടും. അപ്പൊ അത് വളരെ സെക്യൂർ ആയിട്ട് എന്താ ഡയറക്റ്റ് ആയിട്ട് അതിനെ ആക്സസ് ചെയ്യാൻ പറ്റുന്നത് വളരെ ചുരുക്കം ആളുകൾക്ക് മാത്രമായിരിക്കണം. അല്ലെങ്കിൽ അവരെയാണ് നമ്മൾ ഡേറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ എന്നൊക്കെ പറയുക. അപ്പൊ അവർക്ക് മാത്രമേ ഈ ഡേറ്റ കറക്റ്റ് ആയിട്ട് ആക്സസ് ചെയ്യാൻ പാടുള്ളൂ. ബാക്കിയുള്ളവർക്കൊക്കെ ഡേറ്റ ഈ ആപ്ലിക്കേഷനിൽ കൂടെ മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റൂ. അപ്പൊ അങ്ങനെ ആപ്ലിക്കേഷനിൽ കൂടെ ആക്സസ് ചെയ്യുമ്പോൾ ആ ആപ്ലിക്കേഷനും ഡേറ്റയ്ക്കും ഇടയിൽ നമ്മൾ ഒരു പ്രോഗ്രാം എഴുതി വെക്കും. കാരണം അതിനാണ് ബിസിനസ് ലോജിക് എന്ന് പറഞ്ഞത്. ഞാൻ പ്രോഗ്രാം എഴുതി വെക്കണോ? തീർച്ചയായിട്ടും എഴുതി വെക്കണം. ഞാൻ പ്രോഗ്രാം എഴുതി എനിക്കറിയുന്നു. അങ്ങനെയല്ല, പ്രോഗ്രാം എഴുതി വെക്കണം എന്ന് പറഞ്ഞാൽ ആണ് പ്രോഗ്രാം എഴുതാൻ പോകുന്നത്. എനെ കൊണ്ട് ചെയ്യിപ്പിക്കും. ഇതിന് നമുക്കുള്ള പ്രോഗ്രാം എഴുതണം. പക്ഷെ ഇതിന്റെ ആർക്കിടെക്ചർ വൈസിൽ ഇത് എങ്ങനെ വരുന്നത് ചോദിച്ചാൽ ഫ്രണ്ട് എൻഡിൽ ആണ് നമ്മളുടെ എല്ലാ യൂസർ ഇന്ററാക്ഷൻ നടക്കുന്നത്. പക്ഷെ ആ ഫ്രണ്ട് എൻഡിൽ നടക്കുന്ന യൂസർ ഇന്ററാക്ഷനെ നമ്മൾ ഒരു പ്രോഗ്രാം ഉപയോഗിച്ച് വാലിഡേറ്റ് ചെയ്യും. എന്ന് വെച്ചാൽ എല്ലാ ബിസിനസിന്റെ ലോജിക്കുകളെല്ലാം അവിടെ ആയിരിക്കും ഉണ്ടാവുക. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ ഐഡിയ പോർട്ടൽ ഉണ്ടാക്കിയ സമയത്ത് ഒരാളൊരു ഐഡിയ സബ്മിറ്റ് ചെയ്താൽ ഉടനെ തന്നെ പോയിട്ട് അത് ഫീൽഡിൽ കാണിക്കാൻ പാടില്ല. മോഡറേറ്റർ അപ്രൂവ് ചെയ്തെങ്കിൽ മാത്രമേ അത് ഫീൽഡിൽ കാണിക്കാൻ പാടുള്ളൂ. അപ്പം എന്ത് സംഭവിക്കണം, ഇത് ഈ മോഡറേറ്റർ അപ്രൂവ്ഡ് ആണോ അല്ലയോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് മാത്രമേ ഫീഡ് കൊടുക്കാൻ പാടുള്ളൂ. ഫീഡിന്റെ ലിസ്റ്റ്, ഐഡിയയുടെ മൊത്തം ലിസ്റ്റ് ഡേറ്റാബേസിൽ നിന്ന് എടുത്ത് കൊടുക്കുമ്പോൾ അപ്രൂവ് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ, അല്ലെങ്കിൽ അപ്രൂവ് ചെയ്തതും അതിന് മുമ്പോട്ടുള്ള സാധനങ്ങൾ മാത്രമേ എടുത്ത് കൊടുക്കാൻ പാടുള്ളൂ. അതിന് മുമ്പുള്ള എടുത്ത് കൊടുക്കാൻ പാടില്ല. അപ്പോൾ എന്ത് പറ്റണം, ഇതിന്റെ ഇടയ്ക്കൊരു ഇതൊക്കെ ഡിസൈഡ് ചെയ്യാൻ വേണ്ടി ഒരു പ്രോഗ്രാം വേണം. ഇതിനെയാണ് നമ്മൾ ബാക്ക് എൻഡ് എന്ന് പറയുന്നത്. ശരിക്കും 3 ലെയറായി, ശരിക്കും 3 ലെയറായി. ഒന്നെന്ന് പറയുന്നത് നിങ്ങളുടെ ഫ്രണ്ട് എൻഡ്, ഇതിന്റെ ഇടയ്ക്ക് ഒരു ബാക്ക് എൻഡ് എന്ന് പറയുന്ന, പിന്നെ നിങ്ങളുടെ ആക്ച്വൽ ഡേറ്റ. ഓക്കെ, അപ്പൊ ഈ ബാക്ക് എൻഡ് എന്ന് പറയുന്ന സാധനം നമ്മൾ നോർമലി ഒരു ഇൻഡിപെൻഡന്റ് ആപ്ലിക്കേഷൻ ആയിട്ടായിരിക്കും ഉണ്ടാക്കുക ഇൻ ആൻ എന്റർപ്രൈസ് ആർക്കിടെക്ചർ. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങളൊരു ഫ്രണ്ട് എൻഡ് ഉണ്ടാക്കി, അത് വെബ് ബേസ്ഡ് ആണ്. എനിക്കൊരു മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ടാക്കണം എന്ന് വിചാരിക്കുക. ഇതിനെ വെച്ചിട്ട് ഡേറ്റ എവിടെ നിന്ന് വരണം? സെയിം ഡേറ്റാബേസിൽ നിന്ന് വരണം. അല്ലേ? ഇതിന്റെ ബിസിനസ് ലോജിക്ക് എല്ലാം ഇത് തന്നെയാണ്. ഫ്രണ്ടിൽ മാത്രം 2 ആപ്ലിക്കേഷൻ വന്നു. ഒരു മൊബൈൽ ആപ്ലിക്കേഷനും ഒരു വെബ് ആപ്ലിക്കേഷൻ. ഡാറ്റ പുൾ ചെയ്യുന്നത് ഒരേ സ്ഥലത്ത് തന്നെയാണ്. മാത്രമല്ല ഈ ഐഡിയയുടെ ഡീറ്റെയിൽസ് വേറെ എവിടെയെങ്കിലും നമുക്ക് ഉപയോഗിക്കണം എന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ നമ്മളുടെ വെബ്സൈറ്റിൽ ഇതിനകത്ത് നമുക്കൊരു ഐഡിയ പോർട്ടൽ ഉണ്ട്. നമ്മൾ അതിൻ്റെ അകത്ത് പറഞ്ഞേക്കുന്നത് ഈ ഐഡിയ പോർട്ടലിന്റെ വെബ്സൈറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. അതിൻ്റെ അകത്ത് കുറെ ഡേറ്റ നമുക്ക് പുൾ ചെയ്ത് കാണിക്കണം. ഇത്ര ഐഡിയാസ് ഉണ്ട്, ഇത്ര ഐഡിയാസ് പ്രൊഡക്റ്റൈസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഡീറ്റെയിൽസ് കാണിക്കണം. അതിന്റെ ആ സ്റ്റാറ്റിസ്റ്റിക്സ് കാണിക്കണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ഈ ബാക്ക് എൻഡിന്റെ അടുത്ത് ചോദിക്കാൻ പറ്റണം. മനസ്സിലായോ? അതായത് ശരിക്കുള്ള ഒരു ആർക്കിടെക്ചറിൽ ഇതിനെ സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. ബാക്ക് എൻഡ് ഒരു സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ ആയിരിക്കും. ശരിക്കും ഒരു പ്രോഗ്രാമിംഗ് എന്താ പറയുക, ഒരു സോഫ്റ്റ്വെയർ കമ്പനിയിൽ ഫ്രണ്ട് ചെയ്യാൻ കുറെ എഞ്ചിനീയേഴ്സ് കാണും. അവരുടെ ജോലി ആ ഫ്രണ്ട് എൻഡ് കറക്റ്റ് ആയിട്ട് ആ ലുക്ക് ആൻഡ് ഫീലും അതിന്റെ യൂസർ എക്സ്പീരിയൻസും കറക്റ്റ് ആക്കുക എന്നുള്ളതാണ്. ബാക്ക് എൻഡ് ചെയ്യാൻ കുറെ എഞ്ചിനീയേഴ്സ്, അതിന് വേറൊരു ടീം കാണും. അവരാണ് എന്ത് ലാംഗ്വേജ് ആണ് ഇതിന്റെ ഒത്ത് ഉപയോഗിക്കേണ്ടത്. നോർമലി .NET, പിന്നെ ജാവ, അങ്ങനെയുള്ള പൈത്തൺ, അങ്ങനെയുള്ള ലാംഗ്വേജ് ഉപയോഗിച്ചാണ് നമ്മൾ ബാക്ക് എൻഡ് ഉണ്ടാക്കുന്നത്. പിന്നെ ഡേറ്റാബേസ് ഹാൻഡിൽ ചെയ്യാനും ഡേറ്റയുടെ സെക്യൂരിറ്റി നോക്കാനും ഒക്കെ വേറെ കുറെ ആൾക്കാരുണ്ടാവും. ഇത്രയും ഇങ്ങനെ വലിയൊരു ടീമാണ് ശരിക്കും എന്താണ് ഒരു എന്റർപ്രൈസ് ലെവൽ ആപ്ലിക്കേഷൻ ഉണ്ടാക്കാൻ വേണ്ടുന്നത്. നമ്മളിവിടെ ഒറ്റയ്ക്കാണ് ഇതെല്ലാം ചെയ്യാൻ പോണത്. പക്ഷെ നമ്മൾക്കത് സ്കെയിലബിൾ ആയിരിക്കണം. കാരണം ആ സ്കെയിലബിലിറ്റി കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, നമ്മൾ ബാക്ക് എൻഡ് സെപ്പറേറ്റ് തന്നെ ഉണ്ടാക്കുന്നു. ഓക്കെ, അപ്പൊ ഇത് വെറുതെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. ഇതിനു വേണ്ടി നമ്മളെ കമ്പ്യൂട്ടറിനെ കുറച്ചൊന്ന് സജ്ജീകരിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ കമ്പ്യൂട്ടറിൽ കുറച്ച് കാര്യങ്ങൾ ഇത് ഇത്രയും നേരം നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് എന്താ, നമ്മള് വെബിലാണ് പോയിട്ട് ഈ UI ഒക്കെ ഉണ്ടാക്കിയത്. പക്ഷെ ഇനി നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കമ്പ്യൂട്ടറിലാണ്. അതായത് എന്റെ ലാപ്ടോപ്പിൽ, നിങ്ങളുടെ ലാപ്ടോപ്പ്, അതായത് ആരാണോ ചെയ്യുന്നത് അവരുടെ ലാപ്ടോപ്പിൽ. കാരണം ഈ ഡേറ്റാബേസ് ഒക്കെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതും ഈ ബാക്ക് എൻഡ് സിസ്റ്റം ഉണ്ടാക്കാൻ പോകുന്നതും ഒക്കെ നമ്മളുടെ ലാപ്ടോപ്പിലാണ്. മാത്രമല്ല നമ്മൾ ആ ഗൂഗിൾ AI സ്റ്റുഡിയോ എന്ന് പറയുന്ന അവിടെ ഉണ്ടാക്കിയ UIയുടെ കോഡ് മുഴുവനും നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് ആ ഡൗൺലോഡ് ചെയ്തെടുത്ത സാധനവും നമ്മൾ ലോക്കലിൽ എടുക്കും.
നമ്മുടെ കമ്പ്യൂട്ടറിൽ എടുക്കും, എന്നിട്ട് അതിനെ ഇതുമായിട്ട് കണക്ട് ചെയ്യും. എന്താണ് ഇങ്ങനെ കണക്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാല്, വെബിൽ ഇരിക്കുന്ന ഒരു സാധനം നമ്മുടെ ലോക്കൽ ഇരിക്കുന്ന ഒരു ഡാറ്റാബേസുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റില്ല. അതിന് സെക്യൂരിറ്റി പ്രശ്നങ്ങളുണ്ട് അല്ലെ. ഇപ്പൊ നിങ്ങൾ പോകുന്ന ഒരു വെബ്സൈറ്റിൽ ഒരു കോഡ് എഴുതി വെച്ചിട്ടുണ്ട്, ആ കോഡ് നിങ്ങളുടെ ലോക്കൽ കമ്പ്യൂട്ടറിൽ ഇരിക്കുന്ന ഫയൽ ആക്സസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വലിയ പ്രശ്നമാണ് ശരിക്കും അല്ലെ. അതിനാകുമ്പോൾ ഹാക്കിംഗ് ഒക്കെ ഭയങ്കര എളുപ്പമായി പോകും. അപ്പൊ അങ്ങനെ സംഭവിക്കാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇതിനെ എടുത്ത് മൊത്തത്തിൽ നമ്മുടെ സിസ്റ്റത്തിലേക്ക് എല്ലാം കൊണ്ടുവരും. അതിനുവേണ്ടി നമ്മൾ കുറെ സാധനങ്ങൾ നമ്മുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. ഒന്ന്, നമുക്കൊരു ഡേറ്റാബേസ് വേണം. ഓക്കെ, അപ്പൊ ഡേറ്റാബേസ് സിസ്റ്റം എന്ന് പറയുന്നത് പലതരത്തിലുള്ള ഡേറ്റാബേസ് സിസ്റ്റംസ് അവൈലബിൾ ആണ്. ഹൈ എൻഡ് ഡേറ്റാബേസ് സിസ്റ്റം മുതൽ ചെറിയ കമ്പനികൾക്ക് വേണ്ടിയിട്ടുള്ള ഡേറ്റാബേസ് സിസ്റ്റം വരെ അവൈലബിൾ ആണ്. പല തരത്തിലുള്ള ഡേറ്റാബേസ് സിസ്റ്റം, SQL, നോൺ SQL എന്നൊക്കെ പറഞ്ഞ് പല തരത്തിലുള്ള ഡേറ്റാബേസ് സിസ്റ്റംസ് ഉണ്ട്. എനിക്കറിയാം. ഓക്കെ, അപ്പൊ ഇതിനകത്ത് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് MySQL എന്ന് പറയുന്ന താരതമ്യേന ഒരു ചെറിയ എന്റർപ്രൈസിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഡേറ്റാബേസ് സിസ്റ്റം ആണ്. ഇതൊരു SQL ബേസ്ഡ് സ്ട്രക്ചർ ക്വറി ലാംഗ്വേജ് ബേസ്ഡ് ഉള്ള ഒരു ഡേറ്റാബേസ് സിസ്റ്റം ആണ്. ഈ സാധനം നമ്മളത് ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യണം. കൂടാതെ നമ്മൾ ബാക്ക് എൻഡ് കോഡ് എഴുതാൻ പോകുന്നത് .NET-ലാണ്. ഓക്കെ, നമ്മളല്ല എഴുതാൻ പോകുന്നത്, AI ആണ് എഴുതാൻ പോകുന്നത്. എങ്കിലും AIക്ക് എഴുതാൻ ഈ .NET ആവശ്യമാണല്ലോ. .NET അത് റൺ ചെയ്ത് നോക്കണമെങ്കിൽ അതിന്റെ എക്സിക്യൂട്ടബിൾസ് ഒക്കെ വേണം. അപ്പൊ ഇത് .NET നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം. മാത്രമല്ല, ഈ കോഡ് എഴുതണമെങ്കിൽ നമുക്കൊരു പ്ലാറ്റ്ഫോം ആവശ്യമാണല്ലോ. അതായത് കോഡ് ID പോലെ അത് നമ്മൾ വിഷ്വൽ സ്റ്റുഡിയോ കോഡാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഇതെല്ലാം നമ്മൾ നമ്മുടെ കമ്പ്യൂട്ടറിൽ ആദ്യം ഇൻസ്റ്റാൾ ചെയ്യണം. ഇൻസ്റ്റാൾ ചെയ്തിട്ട് മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ. എന്റെ സംശയം എന്താ അറിയോ, ഇപ്പോ നിങ്ങൾ ഇത്രയും ഒരുപാട് ടെക്നിക്കൽ ടേംസ് പറഞ്ഞു, ഇതെല്ലാം ഒരു അവിയൽ പോലെ എന്റെ തലയിൽ ഇരിപ്പുണ്ട്. അതെനിക്ക് അറിയാത്തോണ്ടായിരിക്കാം പ്രോബബ്ലി. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ഭയങ്കരമായിട്ടുള്ള കോഡിംഗ് നോളജും കാര്യങ്ങളൊന്നും ഇല്ല. എന്നെ പോലെ ഒരാൾക്ക് ഇത് മനസ്സിലാക്കി വെക്കാനും ഇത് ഇങ്ങനെയാണ് ഇതിന്റെ എന്താ പറയാ വർക്കും കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ മനസ്സിലാക്കി വെക്കാൻ എന്നെ കൊണ്ട് പറ്റുമോ? തീർച്ചയായിട്ടും പറ്റും. ഇതിനകത്ത് ടെക്നിക്കൽ നോളജ് മാത്രം മതി. ഇതിനകത്ത് കോഡിംഗ് നോളജ് വേണമെന്ന് നമ്മൾ പറയുന്നില്ല. ഹൗ തിങ്സ് വർക്ക് എന്ന് അറിഞ്ഞിരിക്കണം. വിത്ത് വാട്ട് ഓക്കെ. അതായത് നമുക്കൊരു ഡേറ്റാബേസ് വേണം. തീർച്ചയായിട്ടും നമ്മൾ ഏതൊരു സിസ്റ്റത്തിൽ നോക്കിയാലും അവിടെ ഒരു ഡേറ്റാബേസ് ഉണ്ട്. ഡേറ്റ സ്റ്റോർ ചെയ്യണം. ഇത് ഈവൻ ഡേറ്റ സ്റ്റോർ ചെയ്യണം എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ എക്സലിന്റെ അകത്ത് വരെ ഡേറ്റ സ്റ്റോർ ചെയ്യിപ്പിക്കാം. പക്ഷേ നമുക്ക് ഒരു എന്റർപ്രൈസ് ലെവൽ ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് കുറച്ചുകൂടെ സെക്യൂർ ആയിട്ടുള്ള ഡേറ്റാബേസ് വേണം. അതുകൊണ്ടാണ് നമ്മൾ MySQL ഉപയോഗിച്ചത്. ഓക്കെ, ഇനി .NET ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത് ബാക്ക് എൻഡ് എഴുതാനുള്ള വെൽ നോൺ ആയിട്ടുള്ള ഫ്രെയിംവർക്ക് ആണ്. നിങ്ങൾക്ക് അത് ഗൂഗിൾ നോക്കിയാൽ അതിന്റെ ഡീറ്റെയിൽസ് മനസ്സിലാവും. പക്ഷെ ഇതിന്റെ സിൻടാക്സോ ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നോ ഒന്നും നമ്മൾ അറിയേണ്ട ഒരു കാര്യമില്ല. ഓക്കെ, ഇത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം. ഓക്കെ, ഇനി എന്ത് വേണം? വിഷ്വൽ സ്റ്റുഡിയോ കോഡ് എന്ന് പറയുന്ന സാധനം കൂടെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം. കാരണം നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് ജെമിനിയുടെ CLI എന്ന് പറയുന്ന സാധനമാണ്. കമാൻഡ് ലൈൻ ഇന്റർഫേസ് എന്ന് പറയുന്ന സാധനമാണ്. ഇത് വിഷ്വൽ സ്റ്റുഡിയോ കോഡിന്റെ അകത്താണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. അപ്പൊ ആദ്യം വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഇൻസ്റ്റാൾ ചെയ്തെങ്കിൽ മാത്രമേ ഈ കാര്യം ചെയ്യാൻ പറ്റുള്ളൂ. അതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇത്രയും ഇൻസ്റ്റലേഷൻസ് നിങ്ങൾ നടത്തണം. ഇത് ടെക്നിക്കലായിട്ട് തോന്നും, പക്ഷെ ഇത് ആക്ച്വലി വളരെ സിമ്പിൾ ആണ്. ഓക്കെ, ആണ് തീർച്ചയായിട്ടും. ഇതെല്ലാം ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന സാധനങ്ങളാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ മൊബൈലിലാണെങ്കിൽ ആപ്പ് സ്റ്റോറിൽ പോയിട്ട് ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ടല്ലോ. മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ വലിയ പണിയൊന്നുമില്ല. അതുപോലെ നിങ്ങളുടെ കമ്പ്യൂട്ടറിലേക്ക് ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നു. പക്ഷെ ഇതിനകത്ത് ഡേറ്റാബേസ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അതിന് യൂസർ നെയിമും പാസ്വേഡ് ഒക്കെ ചോദിക്കും. ആ പാസ്വേഡും യൂസർ നെയിം ഒക്കെ നിങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കണം എന്ന് മാത്രം. അത് കുഴപ്പമുണ്ടാവില്ല. അത് ആ പാസ്വേഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വീണ്ടും ഡേറ്റാബേസ് ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ, ആ സെർവർ ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ അതുപോലെ എന്താ പറയാ, .NET ഒന്ന് ഇൻസ്റ്റാൾ ചെയ്താൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇൻസ്റ്റാൾ ആയി കംപ്ലീറ്റ് ചെയ്തോളും. അതിനകത്ത് പ്രത്യേകിച്ച് എററുകൾ വരുവാണെങ്കിൽ മാത്രമേ ഈ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും എററുകൾ വരുവാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഒരു ടെക്നിക്കലായിട്ട് അറിയാവുന്ന ഒരാളുടെ ഹെൽപ്പ് വേണ്ടുള്ളൂ. ഇതിപ്പോ ഞാൻ .NET ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ എനിക്ക് ഒരു ടെക്നിക്കൽ എറർ വന്നാലും ഞാനൊരു ഇതിന്റെ ടെക്നിക്കലായിട്ട് അറിയാവുന്ന ഒരാളുടെ കൊണ്ട് കൊടുക്കാനേ പറ്റുള്ളൂ. എനിക്കറിയില്ല. എനിക്കും അതെ. അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളൊരു ടെക്നിക്കൽ ഒരാളെ കൊണ്ട് അത് ഇൻസ്റ്റാൾ ചെയ്യിപ്പിച്ചെടുക്കണം. ഇത്രയും ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷന്റെ ഫസ്റ്റ് സ്റ്റെപ്പിലേക്ക് കടക്കാം. ആദ്യത്തെ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഡേറ്റാബേസ് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഫോർ എക്സാമ്പിൾ നമ്മളെ ഇവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഡേറ്റാബേസ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഈ ഡേറ്റാബേസിന്റെ അകത്ത് നമുക്ക് MySQLന്റെ അവിടെ ഒരു MySQL കമാൻഡ് ലൈൻ ക്ലയന്റ് എന്ന് പറഞ്ഞൊരു സാധനം കിട്ടും. അപ്പൊ അത് നാച്ചുറലി പാസ്വേഡ് ചോദിക്കും. അപ്പൊ നിങ്ങളുടെ കൊടുത്തിരിക്കുന്ന പാസ്വേഡ് കൊടുക്കണം.
കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു കമാൻഡ് ലൈൻ ഇന്റർഫേസ് കിട്ടും. പക്ഷെ ഇത് പ്രോഗ്രാമൊക്കെ അറിയാവുന്ന ആൾക്കാർക്ക് ഉപയോഗിക്കാനുള്ള സാധനമാണ്. ഇതിന് പകരം നിങ്ങൾക്ക് ഒരു എന്താ ഇതിന്റെ ഒരു ഐഡിയ കിട്ടും. ഡേറ്റാബേസുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന പല പല ആപ്ലിക്കേഷൻസുകളുണ്ട്. അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡേറ്റാബേസുമായിട്ട് ഡയറക്റ്റ് എക്സലിൽ ഡേറ്റ അടിക്കുന്നത് പോലെ നിങ്ങൾക്ക് ഡേറ്റ അടിക്കാനും കാണാനും ഒക്കെ പറ്റും. പെട്ടെന്ന് മനസ്സിലാവും. പക്ഷെ എനിക്ക് ഇതിന്റെ ആവശ്യമില്ല. എനിക്ക് ടെക്നിക്കൽ അറിയാവുന്നതുകൊണ്ട് ഇതിന്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ അത് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല. പക്ഷെ ഇത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഈ കാര്യങ്ങൾ നടത്താൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മളുടെ സെറ്റപ്പ് അനുസരിച്ച് നമ്മുടെ ജെമിനിക്ക് ഈ ആപ്ലിക്കേഷനെ കുറിച്ച് എല്ലാം അറിയാം. സകലമാന വിവരങ്ങളും അറിയാം. UI എങ്ങനെ ഇരിക്കുന്നു എന്നറിയാം. ഓൾറെഡി ആദ്യം തൊട്ടേ നമ്മൾ എല്ലാ വിവരങ്ങളും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പറയുന്നു നമുക്കൊരു ബാക്ക്-എൻഡ് ആപ്ലിക്കേഷൻ ഉണ്ടാക്കണം. ഇതിനെ ഡേറ്റാബേസുമായിട്ട് കണക്ട് ചെയ്യണം. അതിന് എന്തൊക്കെ സ്റ്റെപ്പാണ് ചെയ്യേണ്ടത്? അപ്പൊ ജെമിനി നമുക്ക് എല്ലാ സ്റ്റെപ്പും തന്നു. ഓക്കെ, സ്റ്റെപ്പ് തന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഫസ്റ്റ് ഉണ്ടാക്കേണ്ടത് ഒരു ഡേറ്റാബേസ് ആണ് എന്ന് പറഞ്ഞു. ഇത് MS SQL ഇൻസ്റ്റാൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാന്നൊക്കെ ജെമിനി പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തു. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്തു. എന്നിട്ട് നമ്മൾ ജെമിനിയോട് പറഞ്ഞു എനിക്ക് നീ പറഞ്ഞ ഡേറ്റാബേസ് ഉണ്ടാക്കി തരാൻ പറഞ്ഞു. ഓക്കെ, അപ്പൊ അവൻ ഇതുപോലെ കുറെ സ്ക്രിപ്റ്റ് ആയിരിക്കും നമുക്ക് ഉണ്ടാക്കി തരിക. ഇത് എവിടെ കൊണ്ട് ഇത് നമ്മൾ ഇവിടെ നിന്ന് കോപ്പി എടുത്ത് ഈ കാണുന്ന MS SQL പ്രോംപ്റ്റ് കൊണ്ട് ചുമ്മാ പേസ്റ്റ് ചെയ്താൽ മതി. സ്റ്റെപ്പ് 1 by 1 ആയിട്ട് എല്ലാം പേസ്റ്റ് ചെയ്യണം. എന്നിട്ട് എൻ്റർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് എക്സിക്യൂട്ട് ആവും. കാണിച്ചു തരാം. അപ്പോൾ വലിയ കുഴപ്പമില്ല. ഓക്കെ, നോക്കൂ, നമ്മൾ ഇതിനെ എടുത്ത് ഇവിടുന്ന് കോപ്പി എടുക്കുന്നു. ഓക്കെ, ഇവിടെ നിന്ന് കോപ്പി എടുക്കുന്നു. കോപ്പി എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? പേസ്റ്റ് ചെയ്യുന്നു. ഇവിടെ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യുന്നു. പേസ്റ്റ് ചെയ്യട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. ഇത്രയും ഡീറ്റെയിലുള്ള സാധനമാണ്, പേസ്റ്റ് ചെയ്യട്ടെ. ഓക്കെ, പേസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അത് പേസ്റ്റ് ചെയ്തു. ഡാറ്റാബേസ് ചേഞ്ച്ഡ്. അപ്പൊ പുതിയ ഡേറ്റാബേസ് ഉണ്ടാക്കി. ഓക്കെ, ആ ഡേറ്റാബേസിലോട്ട് ചേഞ്ച് ചെയ്തു. ഓക്കെ, അങ്ങനെ ഇവൻ എല്ലാ സാധനങ്ങളും തന്നിട്ടുണ്ട്. ഓരോ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും ഇവൻ നല്ല ഓർഗനൈസ്ഡ് ആയിട്ടാണ് നമ്മുടെ ഡേറ്റ എഴുതുന്നത്. യൂസേഴ്സിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്നിച്ച് വേണം. ഓക്കെ, പിന്നെ എന്താ പറയാ, ഈ കണ്ട യൂസേഴ്സിന്റെ ഡീറ്റെയിൽസ് ഒന്നിച്ച് ക്രിയേറ്റ് ചെയ്തു. ഐഡിയാസിന്റെ ഡീറ്റെയിൽസ് ഒന്നിച്ച് വേണം. അങ്ങനെ എന്തൊക്കെയാണോ ആ ഡേറ്റാബേസിന്റെ ഉള്ളിൽ വേണ്ടത് അതിനെ, അപ്പൊ നമ്മളിതിനെ നമ്മൾ ഓരോ കാര്യങ്ങളും ഓരോ ജാറിനകത്തിട്ട് വെക്കുന്നത് പോലെ നമ്മൾ ഓരോ റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളെ കമ്പാർട്ട്മെന്റലൈസ്ഡ് ചെയ്തിട്ടാണ് ഡേറ്റാബേസിൽ സാധനം സ്റ്റോർ ചെയ്യുക. ഈ കമ്പാർട്ട്മെന്റ് ചെയ്ത സാധനത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ ടേബിൾസ് എന്ന് പറയുന്നത്. ഡേറ്റാബേസിനകത്തുള്ള ടേബിൾസ്. ഇത്രയും ഡീറ്റെയിൽസ് ഒന്നും, ഇത്രയും ടെക്നിക്കൽ ഡീറ്റെയിൽസ് ഒന്നും നമ്മൾ പഠിക്കേണ്ട കാര്യമില്ല. പക്ഷെ ഇപ്പോഴത്തെ ഒരു തലമുറയ്ക്ക് ഇതെല്ലാം ഏകദേശം അറിയാം. കാരണം ഇവര് 10ാം ക്ലാസ്സിലൊക്കെ ഡേറ്റാബേസിനെ കുറിച്ചൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പൊ എന്റെ അടുത്ത ചോദ്യം ഇതായിരുന്നു. അതായത് ഇപ്പൊ എനിക്കിത് അറിയില്ല എന്ന് വെക്കാം, എനിക്കിത് ജെമിനിയോട് ചോദിച്ചു പഠിച്ചിട്ട് ചെയ്യണമെന്നില്ല. ഈ ജെമിനി പറയുന്ന കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്താൽ മാത്രം മതി. ജെമിനി അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരും. നിങ്ങളത് ജെമിനിയെ കൃത്യമായിട്ട് പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ജെമിനി നിങ്ങൾക്ക് ഇത് എങ്ങനെയാണ് ബാക്ക്-എൻഡ് ചെയ്യണമെന്ന് കൃത്യമായിട്ട് പറഞ്ഞു തരും. അത് കോപ്പി എടുക്കുക, അത് നേരെ എന്ത് ചെയ്യുക, എടുത്ത് ആ ഡേറ്റാബേസിന്റെ പ്രോംപ്റ്റിൽ കൊണ്ട് പേസ്റ്റ് ചെയ്യുക. ഇപ്പൊ ഇത്രയും കഴിഞ്ഞപ്പോ നമുക്ക് എന്ത് കിട്ടി? ഫുൾ ബ്ലോൺ ആയിട്ടുള്ള പല പല ടേബിളുകളുള്ള ഒരു ഫുൾ ഡേറ്റാബേസ് കിട്ടി. കണ്ടോ? ഇനി അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്ന പരിപാടി എന്താണെന്നറിയോ? ഇതിനകത്തൊരു ഡേറ്റ അടിക്കണ്ടേ? അതെ, തീർച്ചയായിട്ടും. ഇപ്പൊ ഡേറ്റാബേസ് ഉണ്ടാക്കി ഒരു empty ജാറാണ് ആ സാധനം. ഈ empty ജാറിന്റെ അകത്തേക്ക് എന്തെങ്കിലും ഫില്ല് ചെയ്യണം, എന്നാലും നമുക്ക് ആ ആപ്ലിക്കേഷനിൽ നിന്ന് ഡേറ്റ എടുത്ത് കാണിക്കാൻ പറ്റുള്ളൂ, അല്ലെ? ആ empty ജാറിന്റെ അകത്തേക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടി നമ്മൾ ജെമിനി എടുത്ത് പറഞ്ഞു, ജെമിനി നീ ഒരു കാര്യം ചെയ്യൂ, എനിക്ക് കുറെ മീനിങ് ഫുൾ ആയിട്ടുള്ള ഡേറ്റ ഉണ്ടാക്കി തരും. ഓക്കെ, ഈ ഓരോ ടേബിളിനകത്ത് ഉണ്ടാക്കി ഇടാൻ പറ്റിയ രീതിയിൽ നിങ്ങൾക്ക് ഡേറ്റ ഉണ്ടാക്കി തരും. അപ്പൊ ജെമിനി എനിക്ക് ആ ഡേറ്റ എല്ലാം ഉണ്ടാക്കി തന്നു. അതിനും കോഡ് തന്നു. അതെല്ലാം ഞാൻ ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്തു. എൻ്റർ അടിക്കുമ്പോൾ ഡേറ്റയിലേക്ക് എല്ലാം പോയിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ നോക്കിയേ, നമ്മളുടെ ജെമിനിയുടെ അടുത്ത് ഞാൻ പറഞ്ഞു എനിക്ക് എന്റെ DB എന്റെ ഇത് കാണിക്കാൻ പറഞ്ഞു, എന്റെ എന്തൊക്കെ ടേബിളുകൾ കാണിക്കാൻ പറഞ്ഞു. അപ്പം കാറ്റഗറീസ് ഉണ്ട്, കമന്റ്സ് ഉണ്ട്, ഐഡിയാസ് ഉണ്ട്, ഐഡിയ ടൈം ലൈൻ ഉണ്ട്, ഇംപ്രഷൻസ് ഉണ്ട്, നോട്ടിഫിക്കേഷൻസ് ഉണ്ട്, പ്രോഡക്റ്റ് മൈൽ സ്റ്റോൺ ഉണ്ട്, റിയാക്ഷൻസ് ഉണ്ട്. അങ്ങനെ കുറെ കാറ്റഗറിയിൽ യൂസേഴ്സ് ഉൾപ്പെടെയുള്ള കാറ്റഗറിയിൽ ഇത്രയും സാധനങ്ങൾ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് കൃത്യമായിട്ട് എഴുതുന്നു. നമുക്ക് വേണമെങ്കിൽ ഏതൊരു ഈ കമാൻഡ് ലൈൻ ഇന്റർഫേസ് ഉപയോഗിക്കാതെ നമുക്ക് ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. ആ ആപ്ലിക്കേഷൻ പലതരത്തിലുള്ള ആപ്ലിക്കേഷൻ. അപ്പൊ നമുക്ക് അതിന്റെ ഏതെങ്കിലും ലിങ്ക്സ് നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്താലോ? ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡേറ്റ എല്ലാം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കാണാൻ പറ്റും. പക്ഷെ ഈ ഡേറ്റ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കണ്ടിട്ട് പ്രത്യേകിച്ച് ഒന്നും സാധിക്കാനില്ല. ഇത് അവിടെ സെക്യൂർ ആയിട്ട് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് മാത്രം അവിടെ ഉണ്ട് നമുക്കറിയാം. ഇനിയാണ് നമ്മുടെ അടുത്ത ഒരു എന്താ പറയാ, നമ്മുടെ ബാക്ക് എൻഡ്
പ്രോഗ്രാമിംഗ് ഇവിടെ നിന്നേ ആരംഭിക്കുന്നുള്ളൂ. ഓക്കെ, അത് നമുക്ക് ആദ്യഘട്ടം അതായത് ഇത്രയും ഇത് എന്താ മനസ്സിലായി. അതിന് മുമ്പുള്ള ഒരു തയ്യാറെടുപ്പാണ്. ആ തയ്യാറെടുപ്പ് കഴിഞ്ഞു. ഇനി ഇവിടെ നിന്നാണ് നമ്മൾ അടുത്ത ഒരു ബാക്ക്-എൻഡിന്റെ ഡെവലപ്മെന്റ് ആരംഭിക്കുന്നത്. ഓക്കെ, അത് നമുക്ക് അടുത്ത എപ്പിസോഡ്. കേൾക്കുമ്പോൾ പേടിയാവുന്നുണ്ട്, പക്ഷെ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. അതെ, തീർച്ചയായിട്ടും ഇത് വലിയ പ്രശ്നമുള്ള കാര്യമല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് പിന്നെ ത്രൂ ഔട്ട് നമ്മൾ ജെമിനിയാണ് ഇതിനാവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തരിക. നമ്മൾ ആ ജെമിനി പറയുന്ന സ്റ്റെപ്പ് കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ മാത്രം മതി. ഇതിനകത്ത് എന്തെങ്കിലും എറർ വരുവാണെങ്കിൽ അവിടെയും ജെമിനി നമ്മളെ ഹെൽപ്പ് ചെയ്യും. നമ്മളെ എറർ വന്നത് ജെമിനി എടുത്ത് തിരിച്ചുകൊണ്ട് കൊടുക്കും. ഇതാണ് ഇങ്ങനെ ഒരു എറർ വന്നിട്ടുണ്ട്, എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. അപ്പോ ഈ സംഭവം യൂസ് ചെയ്യുമ്പോൾ അനുസരണക്കേട് കാണിക്കാൻ പാടില്ല എന്ന് തീർച്ചയായിട്ടും. ഇതിനകത്തുള്ള പ്രശ്നം, ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ നിങ്ങൾ കോപ്പി പേസ്റ്റ് ചെയ്യുന്നത് മിസ്സായി പോയാൽ അവിടെ ചിലപ്പോൾ നിങ്ങൾക്ക് മൊത്തത്തിൽ അടിക്കാനൊക്കെ ഉള്ള ചാൻസുകളുണ്ട്. പക്ഷെ അതെങ്ങനെ ഒഴിവാക്കാമെന്ന് നമുക്ക് അടുത്ത ഒരു അടുത്ത എപ്പിസോഡുകളിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, ശരി.